പ്രൈസ് ഗോഡ്. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. യേശു കർത്താവിൻ്റെ മാധുര്യമായ ശബ്ദം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഇമ്പകരമായ ശബ്ദം ജീവിതം മൊത്തം നിറഞ്ഞു നിന്ന് നമ്മൾക്ക് വഴികാട്ടിയായി നമുക്കൊരു കൗൺസിലറായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ നമ്മുടെ മുമ്പിൽ 3-4 ഓപ്ഷൻ ഉള്ളപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുവാൻ നമുക്ക് പാടാണല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് ഏതാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കാറില്ല. ആ ഒരു സാഹചര്യത്തിൽ നാം എന്തു ചെയ്യും? നമുക്ക് ഭയങ്കര ഭാരം വരും. കർത്താവിൻ്റെ ഹിതമാണോ, കർത്താവിൻ്റെ ഹിതം അല്ലെങ്കിൽ അതെനിക്ക് വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ദൈവഹിതം നിനക്ക് വെളിപ്പെട്ടു തരും. ഒരു പക്ഷേ വചനത്തിൽ കൂടി അത് വെളിപ്പെട്ടു തരും, അല്ലെങ്കിൽ നിന്റെ ചെവിക്ക് കേൾക്കും, അല്ലെങ്കിൽ നിന്റെ കണ്ണിന് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി നിന്റെ ജീവിതത്തിൽ വന്ന് നിന്നോട് സംസാരിക്കും. കർത്താവിൻ്റെ ഹിതം നോക്കിയിരിക്കുമ്പോൾ, അത് താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭാരമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കർത്താവിൻ്റെ ഹിതമല്ലാതെ ഒരു ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നീ ഭയപ്പെടേണ്ട. ഭയപ്പെടാതെ ധൈര്യപൂർവ്വം ഇരിക്കുക. നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ ദൈവം തീർച്ചയായിട്ടും തരും. ഭയത്തെ നാം മാറ്റിക്കളയണം. റോമൻസ് 8:31 ഇപ്രകാരം കാണുന്നില്ലേ? ഇഫ് ഗോഡ് ഈസ് ഫോർ us, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് us? ഇത് പറഞ്ഞത് സാധാരണ ഒരു വ്യക്തിയല്ല, അപ്പോസ്തലനായ പൗലോസാണ് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് എന്തെല്ലാം കഷ്ടങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴും പറയുകയാണ്, ഇഫ് ഗോഡ് ഈസ് ഫോർ യു, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് യു? ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 11:25-26 അങ്ങനത്തെ വാക്യങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് കാണാനായിട്ട് സാധിക്കും. ഹീ ഈസ് ബോസ്റ്റിംഗ് അബൌട്ട് ഹിസ് സഫറിങ്സ്. ക്രിസ്തുവിന് വേണ്ടിയിട്ട് അനുഭവിച്ച ആ കഷ്ടതകളെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഇന്നുവരെ അത്രയും ക്രൂരമായ പീഡനങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നുകുറയെ 40 അടി യഹൂദന്മാരിൽ നിന്ന് 5 പ്രാവശ്യം കൊണ്ടു, കോലിനാൽ അടിയേറ്റു, കള്ളന്മാരിൽ നിന്നുള്ള അടി, കള്ള സഹോദരന്മാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ. അപ്പോഴന്നേ കള്ള സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തം ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ജാതികളിൽ നിന്നുള്ളത്, യഹൂദന്മാരിൽ നിന്നുള്ളത്, വെള്ളത്തിൽ നിന്നുള്ളത്, നദിയിൽ നിന്നുള്ളത്, പട്ടിണി, പരിഹാസം, നിന്ദകൾ, എന്തെല്ലാം കാര്യങ്ങൾ. അത്രയും കർത്താവിൻ്റെ ആ ശബ്ദം കേട്ട് തൻ്റെ നിഴൽ കണ്ടുകൊണ്ട്, നിഴലെന്ന് ഏറ്റാൽ രോഗിക്ക് സൗഖ്യം വരും. അങ്ങനെയുള്ള ഒരു ദൈവപൈതലിനോടാണ് കള്ളന്മാരുടെയും കളി. അന്നും ഉണ്ട് ഈ കള്ളന്മാരും കള്ള സഹോദരന്മാരും ഒക്കെ. അവർക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമോ ദൈവാത്മാവിൻ്റെ ആ ജീവിതത്തിലുള്ള ആ വഴികാട്ടിയായിട്ടുള്ള ദൈവാത്മാവിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് കള്ളന്മാരും കള്ള സഹോദരന്മാരും ഒക്കെ അപ്പോസ്തലനായ പൗലോസിനെ ഉപദ്രവിച്ചത്. അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ഉള്ളപ്പോഴും പറയുകയാണ്, ഞാൻ ഇതിനെയൊന്നും ഭയപ്പെടുന്നില്ല. കാരണം ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് മീ? ഇവരൊന്നും എന്നെ ജയിക്കയില്ല എന്ന് പറയുകയാണ്. അതിനാൽ ഇന്ന് നീ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ കർത്താവിനോട് ചോദിച്ച്, നിനക്കിഷ്ടമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ വരല്ലേ കർത്താവേ എന്ന് പറഞ്ഞ്, ഒരു പക്ഷേ നിനക്ക് കേൾക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു നല്ല ഡിസിഷൻ എടുക്കുക. ദൈവം കൂടെ നിൽക്കും, ദൈവം തുണ ചെയ്യും. പ്രിയ ദൈവ പൈതലേ, ഗോഡ് ഈസ് പ്രോമിസിങ് യു ടു സ്റ്റാൻഡ് ബൈ യു. സോ യു ഡോണ്ട് ഹാവ് ടു ഫിയർ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ആൻഡ് ദ തിങ്സ് ഇൻ ദ വേൾഡ് കമ്മിങ് അഗെയിൻസ്റ്റ് യു. അതുപോലെ തന്നെ സങ്കീർത്തനം 27:1 നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും, ദ ലോർഡ് ഈസ് അവർ ലൈറ്റ്, ഹീ ഈസ് അവർ സാൽവേഷൻ, ഹും ഷാൽ ഐ ഫിയർ? ദ ലോർഡ് ഈസ് ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് മൈ ലൈഫ്, ഹും ഷാൽ ഐ ബി അഫ്രൈഡ്? ഇത് പറഞ്ഞതാരാ? ദാവീദ് രാജാവ്. രാജാവൊക്കെയാണ്, എന്നാൽ എന്തെല്ലാം ശത്രുക്കളാണ് ആ രാജാവിന്. ആദ്യമേ തന്നെ ശൗല് ശത്രുവായിരുന്നു. സ്വന്തം ജനങ്ങൾ, സ്വന്തം രാജ്യം, പടകൾ, കുതിരകൾ എല്ലാം ശത്രുക്കൾ. കൂടാതെ നമുക്കറിയാം മകനും കൂടി ശത്രുവായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്തു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ? എത്ര വിഷമം പിടിച്ചൊരു കാര്യമാണ് ജീവിതത്തിൽ ഒരു കുഞ്ഞ് എതിരായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം.
ദൈവം നടത്തുന്ന ഒരു മകൻ്റെ വിരോധിയായിട്ട് നിൽക്കുന്നത് സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ. അങ്ങനെയൊക്കെ കഷ്ടം അനുഭവിക്കുമ്പോഴും ആ ദാവീദ് രാജാവ് പറയുകയാണ്, ഇതൊന്നും എനിക്കൊന്നുമല്ല, ഇതൊന്നും എന്നെ ഒന്നും തോടത്തില്ല. കാരണം ദ ലോർഡ് ഇസ് മൈ ലൈറ്റ്, ലോർഡ് ഇസ് മൈ സാൽവേഷൻസ്, ലോർഡ് ഇസ് മൈ സ്ട്രോങ് ഹോൾഡ്, നോ വൺ ക്യാൻ ടച്ച് മീ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ പോലും പറയുകയാണ്, നിങ്ങൾക്കൊന്നും എന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ അറിയുന്ന ഉന്നതനായ ഒരു വ്യക്തിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നെ നടത്തുന്നതായ അത്യുന്നതനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, നീ വിഷമിക്കണ്ട. നിന്റെ ജീവിതത്തിൽ ഒരു നല്ല ഡിസിഷൻ കർത്താവിനോട് ചേർന്നെടുത്താൽ ആ ഡിസിഷനോടും നിന്നോടും കൂടെ ദൈവം തീർച്ചയായിട്ടും നിൽക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒത്തിരി ദൈവമക്കളെ എനിക്കതിന് ബൈബിളിൽ കൂടി എക്സാമ്പിൾ കാണിക്കുവാനായിട്ട് സാധിക്കും. നവോമി ബേത്ലഹേമിലോട്ട് തിരിച്ചു വരികയാണ്. അവൾക്ക് ബേത്ലഹേമിൽ ആരുണ്ട്? അവൾക്ക് ആരുമില്ല. ലോകപ്രകാരം നോക്കിയാൽ അതൊരു നല്ല ഡിസിഷൻ അല്ല. അവൾക്ക് അവിടെ ഭർത്താവില്ല, അവൾക്ക് അവിടെ വീടില്ല, മക്കളില്ല. അവിടെ കുറേ കുറ്റം പറയുന്ന കുറേ ജനങ്ങൾ കാണും അല്ലേ? എന്നാൽ നവോമി അറിഞ്ഞ ഒരു ദൈവമുണ്ട് അവിടെ, സർവശക്തനായ ഇസ്രയേലിൻ്റെ പരിപാലകനായ, ഉറങ്ങാതെ മയങ്ങാതെ കാവൽ ചെയ്യുന്നതായ ഒരു യഹോവയെ നവോമി അറിഞ്ഞു. അതുകൊണ്ടാണ് ബേത്ലഹേമിലേക്ക് അവൾ തിരിച്ചു വരുന്നത്. അവൾക്കൊരു നേരം വെള്ളം പോലും കൊടുക്കുവാൻ അവിടെ ആരും കാണത്തില്ലായിരിക്കും. എന്നാൽ ആ സർവശക്തൻ്റെ ആ നിഴലിൻ കീഴിൽ പാർക്കുവാൻ വേണ്ടിയാണ് നവോമി തിരിച്ചു വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ നവോമി തന്നെയല്ല, നവോമിയുടെ കൂടെ ഒരു രൂത്ത്, മോവാബി സ്ത്രീ. അപ്പോൾ ബേത്ലഹേമിൽ വരുമ്പോൾ മോവാബിയർക്ക് അവിടെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അന്യപ്പെട്ടതായ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടതായ ഒരു സ്ത്രീ, മോവാബി സ്ത്രീ, ഹല്ലേലൂയ സ്തോത്രം, യഹൂദ കുടുംബത്തിലോട്ട് വരികയാണ്. അവളൊരു വിഡോയാണ്. അപ്പോൾ അവൾ അനുഭവിക്കുന്ന ആ ഭാരങ്ങൾ എത്ര വലുതായിരിക്കും. രൂത്തിന് ഒരുപക്ഷെ ചോദിക്കാമായിരുന്നു നവോമിയോട്, നിന്റെ ദൈവം ഇത്രയും വലിയ ശക്തനാണെങ്കിൽ എങ്ങനെ നിന്റെ ഹസ്ബൻഡ് മരിച്ചോ? നിന്റെ ദൈവം ഇത്ര ശക്തനാണെങ്കിൽ എങ്ങനെ 2 മക്കളും മരിച്ചോ? നിന്റെ ദൈവത്തിന് ജീവനില്ലേ? നിന്റെ ദൈവത്തിന് കരുണയില്ലേ? ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ രൂത്ത് അറിഞ്ഞു, നവോമിയുടെ ദൈവം ഉന്നതനാണ്. രൂത്തിന് ഒരുപക്ഷെ അറിയാമായിരിക്കും, അവിടെ ചെന്നാൽ ഈ മോവാബി സ്ത്രീയെ സ്വീകരിക്കുവാൻ അവിടെ ആരും കാണത്തില്ല. വിഡോ ആയ മോവാബി സ്ത്രീയെ പരിഹസിക്കുവാൻ അനേകം മനുഷ്യരവിടെ കണ്ടെന്നിരിക്കും. എന്നാൽ അതിനെയൊക്കെ ഭയപ്പെടാതെ രൂത്ത് പോവുകയാണ്. കാരണം നവോമിയുടെ ശക്തനായ ദൈവത്തെ കാണുവാൻ വേണ്ടി. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ പിൻ കഥകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. നമുക്കതുപോലെ ഒരു എസ്തേറിനെ അറിയാം. എസ്തർ രാജ്ഞിയാണ്. അവൾക്ക് വേണമെങ്കിൽ ആ രാജ്ഞിസ്ഥാനം പോകാതെ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കാം. എന്നാൽ രാജാവിൻ്റെ കൽപ്പനയെ ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട്, ഹല്ലേലൂയ, രാജന കൽപ്പനയെ ഭയപ്പെടാതെ ആ രാജചെങ്കോൽ രാജാവിൻ്റെ അടുത്ത് മുഖം കാണിക്കുവാൻ വേണ്ടിയിട്ട്, തൻ്റെ അപേക്ഷ പറയുവാൻ വേണ്ടിയിട്ട് പോകുന്ന എസ്തർ രാജകുമാരി. ഹല്ലേലൂയ സ്തോത്രം. അവളുടെ സ്വന്തം ജീവനെ പോലും പണയം വെച്ചുകൊണ്ടാണ് ആ രാജാവിനെ കാണുവാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവൾക്ക് ഭയം മാറിപ്പോയി. കാരണം യഹോവയായിരുന്നു അവളുടെ സകലത്തിൻ്റെയും ഭയം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കൂടുതലും സ്ത്രീകളോടാണ് സംസാരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ നാം നവോമിയെ വെക്കുക. അവൾക്കവിടെ ഒന്നും പ്രശംസിക്കുവാനില്ലായിരുന്നു. രൂത്തിനെ വെക്കുക. അവൾക്കവിടെ ഒന്നും പ്രശംസിക്കുവാനോ ആശ്രയിക്കുവാനോ ഇല്ലായിരുന്നു. എസ്തേർ സ്വന്തം ജീവനും അവളുടെ ആ രാജകുമാരി എന്നുള്ള പദവിയും എല്ലാം നഷ്ടപ്പെടാവുന്ന ഒരവസ്ഥയിലാണ് അവൾ പോകുന്നത്. ഹല്ലേലൂയ. ഏത് വേണമെന്ന് അവൾക്ക് രണ്ടും അവളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അവൾക്ക് വേണമെങ്കിൽ മിണ്ടാതെ ഇരിക്കാമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഒരു രാജകുമാരിയാണ്. എന്നാൽ യഹോവയായ ദൈവത്തെ അവൾ ഭയപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ കൽപ്പനയിൽ ഏറ്റവും പ്രിയം വെച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്കറിയാം, യേശുവിൻ്റെ കല്ലറയ്ക്കൽ യേശുവിൻ്റെ ശവം കാണുവാൻ ശവശരീരം വെച്ചിരുന്നിടം കാണുവാൻ വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട മഗ്ദലന മറിയം അവിടെ ഇരുട്ടുള്ളപ്പോൾ രാവിലെ ചെന്നെന്നാണ്, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ചെന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ സമയത്ത് ഇന്നുപോലും ഇരുട്ടുള്ളപ്പോൾ ഒരു സ്ത്രീ വെളിയിലിറങ്ങി നടക്കുവാൻ ഭയപ്പെടുന്ന സമയത്ത്, ആ കാലത്തിലെ ഒന്ന് ഓർത്തു നോക്കിക്കേ, എവിടെയാ പോകുന്നത്? വേറെ എങ്ങും അല്ല, കല്ലറയിൽ. ഇരുട്ടുള്ളപ്പോൾ അവിടെ കല്ലറയിൽ ഭൂതവും പ്രേതമൊന്നും ഉണ്ടെന്ന് വിചാരിച്ചല്ല അവിടെ പോകുന്നത്. അവിടെ കൂടുതൽ കാവൽക്കാരും പട്ടാളക്കാരും എല്ലാം വലയപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്തോട്ട് മഗ്ദലന മറിയം എത്ര ഭയമില്ലാതെയാണ് പോകുന്നത്. എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ.
കർത്താവിനെ കാണുവാൻ, കർത്താവിനോടുള്ള സ്നേഹത്തിന് പ്രതി മഗ്ദലന മറിയ ഇരുട്ടുള്ളപ്പോൾ ഹല്ലേലൂയ ഒരു സ്ത്രീ ഇറങ്ങി നടക്കുവാൻ പേടിക്കുന്ന അവസരത്തിൽ അവൾക്ക് ഭയമില്ലാതെ പോവുകയാണ്. കാരണം കർത്താവിനോടുള്ള സ്നേഹം. ആ പട്ടാളക്കാരെയോ കാവൽക്കാരെയോ അവിടെയുള്ള ജനങ്ങളെയോ അവൾ ഭയപ്പെട്ടില്ല. കാരണം കർത്താവിനോടുള്ള സ്നേഹം. കല്ലറയിൽ പോകുവാൻ സാധാരണ എല്ലാവർക്കും തന്നെ ഇരുട്ടില്ലെങ്കിൽ പോലും പേടിയാണ്. അപ്പോൾ ഇരുട്ടുള്ളപ്പോൾ കല്ലറയിൽ പോവുകയാണ്. കാരണം കർത്താവിനോടുള്ള സ്നേഹം. അതിനാൽ പ്രിയ ദൈവപൈതലേ, ജീവിതത്തിൽ എന്താണ് ഭയപ്പെടുത്തുന്നത്? അതിനെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്നൊരു നല്ല ഡിസിഷൻ ജീവിതത്തിൽ എടുക്കുക. ഭയത്തെ മാറ്റിവെക്കുക. ഇഫ് ഗോഡ് ഈസ് വിത്ത് യു, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് യു? God is your salvation. God is your stronghold. You don't have to fear any external forces. God will be with you. God bless you.